അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാരിയോ ജോസഫിനെ കുറിച്ചിട്ടും ജിജി മാരിയോയെ കുറിച്ചിട്ടും അവരുടെ കുടുംബത്തിൽ നടന്ന ഒരു പ്രശ്നം. അപ്പോൾ സുവിശേഷ പ്രസംഗമൊക്കെ നടത്തി കൗൺസിലിങ്ങും ഒക്കെ കൊടുത്തു ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ആയിട്ട് നടക്കുന്ന ഈ രണ്ട് വ്യക്തികളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത് അവരുടെ കുടുംബത്തിൽ നടന്നൊരു പ്രശ്നമാണ്, ഇത്രയധികം ട്രോളിൻ്റെ കാര്യമോ റിയാക്ഷൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല, അത് അവർ തീർത്ത് അവർ മുന്നോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സത്യാവസ്ഥയൊക്കെ പുറത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് തന്നെ തെറ്റായി എന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇവരുടെ ഒരു കുടുംബ വഴക്ക് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്. കാരണം ഒരുപാട് വീഡിയോസൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. ഈ കൊച്ചിൻ്റെ ഇവരുടെ മകള് ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. കാരണം വെച്ചാൽ അതിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ചാച്ചനോട് പറയാണ്, ചാച്ച പിന്നെ അജ്മലിനെ ഒഴിവാക്കിയിട്ട് അമ്മയെ വീട്ടിൽ കയറ്റൂ എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതിൻ്റെ ആ ഒരു ദയനീയ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മകള് അച്ഛനോട് കെഞ്ചുകയാണ്. ആ പെൺകുട്ടിയുടെ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സങ്കടമൊക്കെ വരും. കാരണം അച്ഛനും അമ്മയെ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി യാചിക്കുകയാണ് അവിടെ. അതൊന്നും കേൾക്കാനായിട്ട് ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ആൾ തയ്യാറാവുന്ന കൂടിയില്ല. അപ്പോൾ ഞാൻ ഇതൊന്നും അല്ല പറയാൻ വന്നത്, ആ ഒരു വോയിസിൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പറയാൻ വന്നത് ഇത്രയാണ് സംഭവം. ഇതിൻ്റെ പിന്നിൽ വലിയ കളികൾ നടക്കുന്നുണ്ട്. ചാരിറ്റിയാണ് മെയിൻ പ്രശ്നം. ഇവരൊരു ട്രസ്റ്റ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ ഒരുപാട് പണം വിദേശത്ത് നിന്നും ഇവരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. ഒരുപാട് പണങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നം ഈ ജിജി മാരിയോ പറയുന്നത് അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഈ മാരിയോ ജോസഫിനുള്ള വഴിവിട്ട ബന്ധം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ മാരിയോ ജോസഫ് പറയുന്നത് ഒരുപാട് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം വൈഫിൻ്റെ അക്കൗണ്ടിലോട്ടാണ് വന്നത്. ഈ ട്രസ്റ്റിൻ്റെ പേരിലോട്ട് ഡയറക്റ്റ് പൈസ അയക്കാൻ പറ്റാത്തത് കൊണ്ട്, അപ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വൈഫിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ക്യാഷ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ക്യാഷിൻ്റെ എത്രയൊക്കെ വന്നിട്ടുണ്ടെന്നോ അതിൻ്റെ കണക്കുകളോ ഒന്നും തനിക്ക് അറിയത്തില്ല. ബ്രദറിന് വീട് വെച്ച് കൊടുത്തെന്നോ അമ്മയുടെ പേരിലോട്ട് കാശ് മാറ്റിയെന്നോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പലരുടെ അക്കൗണ്ട് വഴി ഇങ്ങനെ ഒരുപാട് ക്യാഷ് ചാരിറ്റിയുടെ പേരിൽ വിദേശത്ത് നിന്നും ജിജിയുടെ അക്കൗണ്ടിലും ജിജിയുടെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പം സംഭവം വേറൊന്നുമല്ല, ഇവരുടെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങൾ ഈ വിദേശത്ത് നിന്നും ഒഴുകിയെത്തിയ കണക്കില്ലാത്ത പണത്തിൻ്റെ പേരിലാണ്. അപ്പം ഇവർ ഇത്രയധികം മോട്ടിവേഷൻ ചെയ്യുന്നത് വലിയ അഴിമതികൾ പിന്നിൽ നടത്തിയിട്ടാണ് ഇവർ ഇത്രയും അധികം മോട്ടിവേഷൻ ക്ലാസ്സുകളെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, കണക്കില്ലാതെ പണം കൊടുക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമായിട്ടുള്ള ഒരുപാട് പാവങ്ങൾ, ഇന്നും സഹായം കിട്ടാത്ത ഒരുപാട് പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊടുക്കുക. അല്ലാതെ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാഫിയ തന്നെയാണ്. ഇതുപോലെ ചാരിറ്റിയുടെ ഒരു ട്രസ്റ്റൊക്കെ നടത്തി അതിൻ്റെ പിന്നിൽ ഇങ്ങനെ പണം ആവശ്യപ്പെടുന്നവരുടെയൊക്കെ ഇടയിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പണം കുത്തി ഒഴുക്കുന്ന ആ ഒരു ഏർപ്പാട് നിങ്ങൾ നിർത്തുക. നിങ്ങൾ കഷ്ടപ്പെടുന്ന രാപകലില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുന്ന പണമാണ് ഇങ്ങനെ ഒരു അർഹതയും ഇല്ലാത്തവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മാരിയോ ജോസഫും ഈ ജിജി മാരിയോയും ഇനി നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരരുത്. കാരണം നിങ്ങളുടെ മോട്ടിവേഷൻ വേണ്ട. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതം നേരെയാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ പരസ്പരം നിങ്ങൾ വന്നിരുന്ന് ചെളി വാരി എറിയുന്ന രണ്ട് വ്യക്തികൾ. ഭർത്താവ് ഭാര്യ പറയുന്നു, ഭാര്യ ഭർത്താവിനെ പറയുന്നു, ഭർത്താവ് പറയുന്നു ഭാര്യ മദ്യപാനിയാണ്, ഭാര്യ പറയുന്നു ഇയാൾക്ക് മറ്റൊരാളുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നത്. അപ്പോൾ അങ്ങനെ സ്വന്തം കുടുംബത്തിലെ വഴക്കുകൾ, സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒന്ന് നേരെയാക്കാൻ പോലും കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിന് വഴികാട്ടിയാവുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പണിയുമായിട്ട് നിങ്ങൾ വരരുത്. പിന്നെ നമുക്കറിയാം ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പം തന്നെ അങ്ങ് പോകും. ഒരു കുറച്ച് ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തേഞ്ഞു മാഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. കാരണം പണം അത്രമേലുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് തേച്ച് മായ്ച്ച് കളയും. വീണ്ടും നിങ്ങൾ വരും ചാരിറ്റിയുമായിട്ട്, വീണ്ടും നിങ്ങൾ വരും സുവിശേഷ പ്രസംഗവുമായിട്ട്, വീണ്ടും നിങ്ങൾ വരും മോട്ടിവേഷനും ഒക്കെ ആയിട്ട്. അത് മണ്ടന്മാരായ ഈ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്യും. സത്യമാണ് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ.